Hi everyone. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ മോക്ക് ടെസ്റ്റ് പേപ്പർ സീരീസ് 1 ഉണ്ട് നമ്മളുടെ മെയ് 2024 എക്സാമിനേഷൻ. അതിലെ കേസ് സ്റ്റഡി ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ കേസ് സ്റ്റഡിയുടെ സിനേരിയോ നോക്കുവാണെങ്കിൽ 3 കേസ് സ്റ്റഡി ഒരു 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് വീതമുള്ള കേസ് സ്റ്റഡീസ് ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ഒരു 3 എണ്ണം ഉണ്ടാവും. അങ്ങനെ 15 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് വെച്ചിട്ടാണ് നമ്മളുടെ എക്സാമിനേഷൻ പാറ്റേൺ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നമ്മളുടെ കേസ് സ്റ്റഡി ബേസ്ഡ് MCQ മോക്ക് ടെസ്റ്റ് പേപ്പർ 1-ൽ വന്നേക്കുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരിടത്ത് മാത്രം എനിക്കൊരു ചെറിയ റിസർവേഷൻ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻസറുമായിട്ട്, ബാക്കിയുള്ളതൊക്കെ എക്സാക്ട്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സജസ്റ്റ് ആൻസറുമായിട്ട് മാച്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ സിറ്റുവേഷൻ പറയുന്നത് സീസ് എന്ന് പറയുന്ന ഒരു കമ്പനീനെ കുറിച്ചാണ്. അപ്പോൾ ഈ സീസ് എന്ന് പറയുന്ന കമ്പനിയുടെ സിറ്റുവേഷൻ, അവർ ടൂർസ് ആൻഡ് ട്രാവൽസ് ബിസിനസ്സിലാണ്. അപ്പോൾ ഹോളിഡേ പാക്കേജ് ആണ് അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, എയർലൈനുമായിട്ട് നേരത്തെ തന്നെ ടിക്കറ്റ് ഇത്ര വേണമെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് വെക്കും. ആൻഡ് അത്രയും നമ്പർ ഓഫ് ടിക്കറ്റ്സ് എന്ത് ചെയ്യും, അവർ വാങ്ങിക്കും, റിഗാർഡ്ലെസ് ഓഫ് വെദർ ഇറ്റ് വിൽ ബി ഏബിൾ ടു റീസെൽ ഓൾ ദോസ് പാക്കേജസ്. അപ്പോൾ അവരെന്താണ്, സെല്ല് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയാതെ അവർ ടിക്കറ്റ് നേരത്തെ മേടിച്ചു വെക്കും. അതായത് അവരൊരു പ്രിൻസിപ്പൽ കപ്പാസിറ്റിയിലാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന, ഒരു ഏജൻ്റ് അല്ല എന്ന് വളരെ കൃത്യമാണ്. ഇനി ദ റേറ്റ് പെയ്ഡ് ബൈ ദി കമ്പനി ഫോർ ഈച്ച് ടിക്കറ്റ് പർച്ചേസിംഗ് ഇസ് നെഗോഷിയേറ്റഡ് ആൻഡ് എഗ്രീഡ് ഇൻ അഡ്വാൻസ്. അപ്പം ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് നേരത്തെ നെഗോഷിയേറ്റ് ചെയ്യും. അല്ലാതെ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഓരോ കസ്റ്റമേഴ്സ് വരുന്നതനുസരിച്ചോ ഡിമാൻഡ് കൂടുന്നോ കുറയുന്നോ അനുസരിച്ച് ഒന്നും മാറുന്നില്ല. അപ്പം പ്രോപ്പറായിട്ട് പ്രൈസും നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിട്ടാണ് ഇവർ പർച്ചേസ് ചെയ്യുക. ഇനി എയർലൈൻ കമ്പനി എന്ത് ചെയ്യും, ഇവർക്ക് നമ്മളുടെ എയർലൈൻ കമ്പനിയിൽ ഇപ്പം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് ടിക്കറ്റ് റിലേറ്റഡ് എങ്കിൽ അതിനുള്ള അസിസ്റ്റൻസ് ഒക്കെ നമ്മളൊരു സപ്പോർട്ട് സർവീസ് പോലെ ചെയ്തു കൊടുക്കും. ഹവർ ഈച്ച് എയർലൈൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫുൾഫില്ലിംഗ് ദി ഒബ്ലിഗേഷൻ അസോസിയേറ്റഡ് വിത്ത് ടിക്കറ്റ് ഇൻക്ലൂഡിംഗ് റെമഡീസ് ടു കസ്റ്റമർ ഫോർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ. അപ്പോൾ ഇവിടെ നമ്മളുടെ പണി എന്ന് പറയുന്നത് ഓരോ എയർലൈനിൻ്റെയും ടിക്കറ്റ് വിൽക്കുന്നു. ഓക്കെ, ആ ഒരു സംഭവം വിൽക്കുക, ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ടിക്കറ്റ് എൻഷുർ ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് അവർക്ക് റെക്ടിഫൈ ചെയ്ത് കൊടുക്കും. നേരെ മറിച്ച് ഈ പറയുന്ന ടിക്കറ്റ് വെച്ചിട്ട് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളുടെ എയർലൈനിൽ അവരുടെ ഒബ്ലിഗേഷൻ, ആ ടിക്കറ്റിൻ്റെ ബേസിൽ ട്രാവലിനുള്ള ഒബ്ലിഗേഷൻ മുഴുവൻ എയർലൈനിലാണ്. ഇനി നമ്മൾ നേരത്തെ ടിക്കറ്റ് പ്രീ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ നമ്മളൊരു പ്രിൻസിപ്പൽ കപ്പാസിറ്റിയിലാണ് നിൽക്കുക. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമതായിട്ട് കമ്പനി ഒരു ഫോർവേഡ് കോൺട്രാക്ട് വാങ്ങിച്ചു 3 മാസത്തിന് $1,00,000 1 മാർച്ചിൽ. ഓക്കെ, ഇനി അന്നത്തെ നമ്മളുടെ USD റേറ്റ് 83.10 പെർ റുപ്പി ആയിരുന്നു അവർ എൻ്റർ ചെയ്തേക്കുന്ന ഫോർവേഡ് റേറ്റ്. വേറാസ് അവരുടെ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് 83.02 ആണ്. അവരുടെ ഒരു പ്രീമിയം എന്നുണ്ട് 0.08 പെർ ഡോളർ എന്നുള്ള രീതിയിൽ പ്രീമിയം ഉണ്ട്. ഇനി 31 മാർച്ച് ആയപ്പം എന്ത് സംഭവിച്ചു, കമ്പനി ബുക്സ് ക്ലോസ് ചെയ്യുവാണ്. എക്സ്ചേഞ്ച് റേറ്റ് 83.15 ആയിരിക്കുമ്പം ഓൺ 1 ഏപ്രിൽ കമ്പനി ഡിസൈഡഡ് ടു പ്രീമെച്വർ സെറ്റിൽമെൻറ്റ് ഓഫ് ദി കോൺട്രാക്ട് ഡ്യൂ ടു സം എക്സെപ്ഷണൽ സിറ്റുവേഷൻസ്. എക്സെപ്ഷണൽ സിറ്റുവേഷൻ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് നേരത്തെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ പറയുന്ന കോൺട്രാക്റ്റും പ്രീമെച്വർ ക്ലോഷറിന് നമ്മൾ പോകേണ്ടതായിട്ട് വന്നു. ശരിക്കും അവരൊരു ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി വെച്ചിരുന്നതാണ്, ട്രേഡ് ചെയ്യുകയല്ല ചെയ്തേക്കുന്നത്, പ്രീമെച്വർ ക്ലോഷർ ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഇനി ദി കമ്പനി ഇവാലുവേറ്റിംഗ് ബിലോ മെൻഷൻ സ്കീംസ്, introduction of formal retirement gratuity scheme in place of ad hoc ex gratia payment, management decided to pay pension to those employees who have retired after completing 5 years of service. Such employees will get pension of 20,000 per month. Earlier there was no such scheme on the organization. ഇനി അടുത്തത് സീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആദി ലിമിറ്റഡ്, നമ്മളുടെ കമ്പനിയുടെ പേര് സീസ് ലിമിറ്റഡ് ആണ്. അതിനൊരു സബ്സിഡറി ഉണ്ട് ആദി ലിമിറ്റഡ്, which is in the business of construction having a turnover of 200 crore. അപ്പം ആദി എന്ന് പറയുന്ന ഒരു സബ്സിഡറി നമുക്കുണ്ട്. ഇനി സീസിന് ഈ പറയുന്ന ആദിയിൽ 9% ഹോൾഡിംഗ് ഉണ്ട്, ആദിക്ക് 23% ഹോൾഡിംഗും ഉണ്ട്. അപ്പോൾ ആദിക്ക് 23% ഉണ്ട്, സീസിന് 9% ഉണ്ട്. രണ്ടും കൂടി നോക്കിക്കഴിയുമ്പോൾ നമ്മളാണ് എന്ത് ചെയ്യുക, ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്തായാലും എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പാർട്ടിസിപ്പേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് ഓർ പോളിസി ഡിസിഷൻ നമുക്ക് വരും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു അസോസിയേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം ASOC ലിമിറ്റഡ് ഓക്കെ ആണ് അതിൻ്റെ കമ്പനിയുടെ പേര്. ബോത്ത് സീസ് ആൻഡ് ആദി പ്രിപ്പയർസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് പെർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നോട്ടിഫൈഡ് അണ്ടർ കമ്പനീസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റൂൾസ് 2021. സീസും അവരുടെ സബ്സിഡറിയായ ആദിയും രണ്ടുപേരും കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽസ് പ്രിപ്പയറും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് സിനേരിയോ. അപ്പം ആദ്യം നമുക്ക് AS9 റവന്യൂ റെക്കഗ്നിഷൻ ആംഗിളിൽ ഒരു സിനേരിയോ പറയുന്നുണ്ട്. പിന്നെ AS11 ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ആംഗിളിൽ ഒരു സിനേരിയോ ഉണ്ട്.
AS5 നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡിൽ 2-3 സ്കീം ഇതാണ് അവർ ഉണ്ടാക്കിയതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ AS21 ആൻഡ് 23യുടെ ആംഗിളിൽ കൺസോൾട്ടേഷൻ റിലേറ്റഡ് ആയിട്ടും എന്തോ കാര്യം അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, വാട്ട് വുഡ് ബി ദി ബേസിസ് ഫോർ റവന്യൂ റെക്കഗ്നിഷൻ ഓഫ് സീസ് ലിമിറ്റഡ് ആസ് പെർ ദി റിക്വയർമെൻറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇവിടെ സീസിൻ്റെ റവന്യൂ റെക്കഗ്നിഷൻ ആ ഒരു ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെയാണ് ചോദിക്കുന്നത്. AS9 എടുക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ കപ്പാസിറ്റിയിലാണ് സീസ് വർക്ക് ചെയ്യുന്നത്, എയർലൈൻസിൻ്റെ ഏജൻ്റ് ആയിട്ടല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവിടെ ഗ്രോസ് എമൗണ്ട് റിസീവ്ഡ് അതാണ് നമുക്ക് വേണ്ടി കൺസിഡറേഷൻ ആയിട്ട് വരിക. സോ ഗ്രോസ് ബേസിസിൽ സെറ്റിൽമെൻറ്റ് വരും. സോ ആ ഗ്രോസ് എമൗണ്ട് ആയിരിക്കും നമ്മളുടെ റവന്യൂ എടുക്കുക. എന്താണോ ടിക്കറ്റിൻ്റെ കോസ്റ്റ് അത് പർച്ചേസ് ആയിട്ട് കോസ്റ്റ് ഓഫ് ഐറ്റം പർച്ചേസ്ഡ് ആയിട്ട് എക്സ്പെൻസും വരും. ഇങ്ങനെയായിരിക്കണം പി ആൻഡ് റിപ്പോർട്ട്. ഗ്രോസ് എമൗണ്ട് ആയിരിക്കും റവന്യൂവിൻ്റെ എമൗണ്ട് അവിടെ വരിക. ഇനി രണ്ടാമതായിട്ട് നമ്മളോട് ചോദിക്കുന്നു, പ്ലീസ് സജസ്റ്റ് ദി അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഫോർവേഡ് കോൺട്രാക്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 December 2024 ആസ് പെർ AS11. അപ്പോൾ അവിടെ പറയുന്ന ഫോർവേഡ് കോൺട്രാക്ട് അവർ ശരിക്കും ഒരു ലയബിലിറ്റി സെറ്റിൽമെൻറ്റിനോ അങ്ങനെയുള്ളൊരു സെറ്റിൽമെൻറ്റിന് വേണ്ടി വാങ്ങിച്ചതാണ്. എക്സെപ്ഷണൽ സിറ്റുവേഷനിൽ അവർ പ്രീമച്വർ ക്ലോഷർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ നോക്കിയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 31 March 2024 അവർ ശരിക്കും ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി വാങ്ങിച്ചതായതുകൊണ്ട് നമ്മൾ പ്രീമിയം ഓൺ കോൺട്രാക്ട് വിൽ ബി അമോർട്ടൈസ്ഡ് ഓവർ ദി ലൈഫ്. നമ്മൾ മാർക്ക് ടു മാർക്കറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രേഡിംഗ് ഓർ സ്പെക്കുലേഷൻ പർപ്പസ് ആണെങ്കിൽ മാത്രമാണ് അത് വരിക. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ പ്രീമിയം ഓൺ കോൺട്രാക്ട് വിൽ ബി അമോർട്ടൈസ്ഡ് ഓവർ ദി ലൈഫ് ഓഫ് ദി കോൺട്രാക്ട്. അതാണ് സിറ്റുവേഷൻ. പ്രീമച്വർ ക്ലോഷർ വരുന്ന ഡേറ്റിൽ അവിടെ ആ സെറ്റിൽമെൻറ്റിൻ്റെ ഗെയിൻ ഓർ ലോസ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യും. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ പ്രീമച്വർ ക്ലോഷർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ട്രേഡിങ്ങിലാണ് ആക്ച്വലി നടന്നത് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ പർപ്പസ് ആണ് ആക്ച്വലി നടന്നതെന്ന് നമ്മൾ നോക്കണ്ട. ആസെറ്റ് ഇയർ ആൻഡ് വാട്ട് വാസ് അവർ ഇൻറ്റൻഷൻ അത് നോക്കിയാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുക. ഇനി അടുത്തത് നമ്മളുടെ മൂന്നാമത്തെ സിനേറിയോ തന്നിരുന്നത്, you are required to advise the company with respect to accounting requirement of above schemes related to employee benefit as to which of one of the schemes should be considered as a change in accounting policy എന്നാണ്. അപ്പം AS5 നമ്മൾ നോക്കിയാൽ അതിൽ വളരെ കൃത്യമായി പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അഡോപ്ഷൻ ഓഫ് എ ന്യൂ അക്കൗണ്ടിങ് പോളിസി ഫോർ എ ട്രാൻസാക്ഷൻ ദറ്റ് ഡിഡ് നോട്ട് ഒക്കർ പ്രീവിയസ്ലി. നേരത്തെ വന്നിട്ടില്ലാത്തൊരു ട്രാൻസാക്ഷന് വേണ്ടി പുതിയൊരു പോളിസി ഡ്രാഫ്റ്റ് ചെയ്താൽ അത് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി അല്ല. രണ്ട്, അഡോപ്ഷൻ ഓഫ് എൻ അക്കൗണ്ടിങ് പോളിസി ഫോർ എ ട്രാൻസാക്ഷൻ ദറ്റ് ഡിഫേഴ്സ് ഇൻ സബ്സ്റ്റൻസ്. നമ്മളുടെ നേരത്തെ ഒരു പേരിൽ ഒരു സാധനം അക്കൗണ്ട് ചെയ്തിരുന്നു, അതിൻ്റെ ട്രാൻസാക്ഷൻ അടിമുടി മാറുന്നു, സബ്സ്റ്റൻസ് തന്നെ മാറുന്നുകൊണ്ട് പുതിയൊരു പോളിസി അഡോപ്റ്റ് ചെയ്താൽ അതും ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫോർമൽ റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി സ്കീം അഡ്ഹോക്ക് എക്സ്ഗ്രേഷ്യ പേയ്മെൻറ്റിനും പകരം കൊടുക്കുന്നത് ഏതാണ്, സബ്സ്റ്റൻസ് ഡിഫേഴ്സ് ഇൻ സബ്സ്റ്റൻസ്. ഓക്കെ, സബ്സ്റ്റൻസ് ഡിഫേഴ്സ് ആണ് ട്രാൻസാക്ഷൻ്റെ സിറ്റുവേഷൻ ഉള്ളത്. ഓക്കെ, സബ്സ്റ്റൻസ് ഡിഫേഴ്സ്. നമ്മൾ നേരത്തെ ഒരു ബേസിസും ഇല്ലാതെ വെറുതെ ഒരു എമൗണ്ട് ഗ്രാറ്റുവിറ്റി പേ ചെയ്തിരുന്നതിന് പകരം ഇപ്പോൾ ഒരു പ്രോപ്പർ ഫോർമുല വെച്ച് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നു. ട്രാൻസാക്ഷൻ അടിമുടി മാറി, അതുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. ഇനി നേരത്തെ നടന്നിട്ടേ ഇല്ലാത്തൊരു സംഭവമായിരുന്നു പെൻഷൻ കൊടുക്കുന്നത്, ഇപ്പോൾ പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, അതും എന്താണ്, ഒരു ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി അല്ല. അപ്പോൾ ഇത് രണ്ടും ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി അല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഓപ്ഷൻ നമ്പർ സി, നോട്ട് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ നോട്ട് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. ഇതായിരിക്കും നമ്മളുടെ ആൻസർ വരിക. ഇനി നമ്മളുടെ അടുത്ത സിറ്റുവേഷൻ, സീസ് ലിമിറ്റഡിൻ്റെ ആദി ലിമിറ്റഡിൻ്റെയും രണ്ട് കമ്പനിയുടെ കഥ പറയുന്നുണ്ട്. അവരുടെ കൺസോൾട്ടേഷൻ്റെ പ്രൊസീജിയറാണ്. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. നമുക്ക് ആദ്യത്തെ കമ്പനിയുടെ പേരാണ് സീസ് ലിമിറ്റഡ്. സീസ് ലിമിറ്റഡിന് ആദി ലിമിറ്റഡ് എന്ന് പറയുന്നത് സബ്സിഡറി ആണ്. ഇനി ആദി ലിമിറ്റഡിന് 23% ഷെയർസ് ASOC ലിമിറ്റഡിലുണ്ട്. സീസ് ലിമിറ്റഡിന് 9% ഷെയർസ് ഉണ്ട്. അപ്പം ആദി ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസോസിയേറ്റ് ആണ്. ഇക്വിറ്റി മെത്തേഡ് സ്പെസിഫൈഡ് അണ്ടർ AS 23 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദി ലിമിറ്റഡ് ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്യണം. ഇനി സീസ് ലിമിറ്റഡ് നോക്കിയാൽ അവർക്ക് ആദി ലിമിറ്റഡ് ഒരു സബ്സിഡറി ആണ്. AS 21 വെച്ച് പ്രോപ്പറായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യണം. ഇനി ASOC ലിമിറ്റഡ് അവരുടെ അസോസിയേറ്റ് ആണ്. AS 23 വെച്ചിട്ട് എന്ത് ചെയ്യണം, അസോസിയേറ്റ് കൺസോൾട്ടേഷൻ ചെയ്യണം. അങ്ങനെ വരുമ്പം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആദി ലിമിറ്റഡ് ASOSനെ 23% ഇക്വിറ്റി മെത്തേഡ് വെച്ചിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം SCAS ലിമിറ്റഡ് ആദ്യനെ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ASOCയുടെ അവരുടെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് റിലേറ്റഡ് ആയിട്ട് ഓക്കെ ആദ്യയിലുള്ള പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് റിലേറ്റഡ് ആയിട്ട് എത്രയാണ് നമുക്ക് വരേണ്ടത് ആ ഫിഗർ ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുക്കുന്നുണ്ടാവും. ഇനി 9% നമുക്ക് ഏതാണ് സീസ് ലിമിറ്റഡിന് ASOCയിൽ ഡയറക്റ്റ് സ്റ്റേക്ക് ഉണ്ട്. അവിടെയും നമ്മൾ ഇക്വിറ്റി മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം ആ ഫിഗറിനെയും കൂടി ആഡ് ചെയ്യണം. ബിക്കോസ് നമ്മളുടെ പെർസ്പെക്റ്റീവിൽ അത് ഇക്വിറ്റി നമ്മളുടെ ഏതാണ് അസോസിയേറ്റ് ആണ്. അപ്പം 9% നമ്മളുടെ കയ്യിൽ ഉള്ളുവെങ്കിലും ഈ ആദ്യ ലിമിറ്റഡ് നമുക്ക് കുറച്ച് സ്റ്റേക്ക് ഉള്ളത് കൊണ്ട് ഈ 9% എമൗണ്ടിൻ്റെ ഫിഗറും കൂടി ഇക്വിറ്റി മെത്തേഡ് വെച്ചിട്ട് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ എടുക്കണം. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് ഏത് ഓപ്ഷനാണ് ശരിയെന്ന് ചോദിച്ചാൽ ആദ്യ ലിമിറ്റഡ് ഇക്വിറ്റി മെത്തേഡ് ഉപയോഗിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. സീസ് ലിമിറ്റഡ് ആദ്യനെ എന്ത് ചെയ്യും അക്കൗണ്ട് ചെയ്യും. കോൺസിക്വൻ്റ്ലി ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി അക്കൗണ്ട് ഓഫ് 23% വരും. ബാലൻസ് 9%-ന് AS13 ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഇവിടെയും AS23 ആണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി അടുത്ത് പറയുന്നു ആദ്യ ലിമിറ്റഡ് വുഡ് അക്കൗണ്ട് ഫോർ 23% ഇൻ ASOC ലിമിറ്റഡ് ആസ് പെർ AS13 ആൻഡ് കൺസോൾഡേറ്റ് ചെയ്യുമ്പം അതെന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ബാക്കി അക്കൗണ്ടിങ് ചെയ്യുന്നതാണ്. AS13 അക്കൗണ്ടിങ് കൺസോൾട്ടേഷനിൽ എന്തായാലും ഇതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും പറ്റില്ല. സോ ദിസ് ഇസ് റോങ്. ഇനി ആദ്യ ലിമിറ്റഡ് അക്കൗണ്ട് ഫോർ 23% ഷെയർസ് ഇൻ ASOC ലിമിറ്റഡ് യൂസിങ് ഇക്വിറ്റി മെത്തേഡ് ഓക്കെ. സീസ് വുഡ് കൺസോൾഡേറ്റ് ആദ്യ അതും ഓക്കെ. Consequently, automatically account for ASOC Limited's 23% share. Separately account 9% share in ASOC Limited using equity method. So, this is the scenario matching. So, that will be the answer. Last one, AS13 follow ചെയ്യുന്ന കഥയാണ്. So, it is not correct. അപ്പം C ആണ് ആ പോർഷനിലെ കറക്റ്റ് ആൻസർ വരിക. ഇതാണ് നമുക്കുള്ള 4 സിനേരിയോ ഉള്ളത്. ഇവിടെ ഒന്നും നമുക്ക് ലോജിക്ക് എഴുതണ്ട, നേരെ ആൻസർ മാത്രം കൊടുത്താൽ മതി. ഇനി രണ്ടാമത്തെ നമ്മളുടെ ഏതാണ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ കേസ് സിനേരിയോ നോക്കുവാണെങ്കിൽ ഈ സിനേരിയോ വന്ന് എവിടെ നിന്നാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് CA ഫൈനലിൽ ഏതാണ് IndAS 16 പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻ്റ് ഉണ്ട്. അതിനുവേണ്ടി തന്നിരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുന്നു, അവിടെ നമുക്ക് എന്തുണ്ട് ലീഗൽ കോസ്റ്റ് ഉണ്ട്, കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുന്നത് പറയുന്നുണ്ട്, പ്രിപ്പറേഷൻ ആൻഡ് ലെവലിംഗ് ഓഫ് ലാൻഡ് 3 ലക്ഷം പറയുന്നുണ്ട്, പർച്ചേസ് ഓഫ് മെറ്റീരിയൽ പറയുന്നു, എംപ്ലോയി കോസ്റ്റ് പറയുന്നു പെർ മന്ത്, ഓവർ ഹെഡിൻ്റെ കഥ പറയുന്നു, ഓൺ ഗോയിങ് ഓവർ ഹെഡ് അലോക്കേഷൻ ജനറൽ ഓവർ ഹെഡിൻ്റെ ഏതാണ് നോർമൽ ഓവർ ഹെഡിൻ്റെ കഥ പറയുന്നു, ജനറൽ ഓവർ ഹെഡിൻ്റെ കഥ പറയുന്നു. ദെൻ കാർ പാർക്കിംഗ് ആയിട്ട് ഇടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ളത് കോസ്റ്റ് ഓഫ് റീലൊക്കേറ്റിംഗ്, ദെൻ ബോറോയിങ് കോസ്റ്റ് സംഭവങ്ങളെല്ലാം ഉണ്ട്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ സിനേരിയോ ദിസ് കംസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ CA ഫൈനൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ CA ഫൈനൽ ക്വസ്റ്റ്യനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്ക് നോക്കാം. ഓൺ 1st of April 2022, Shubham Limited purchased some land for 30 lakhs for the purpose of constructing new factory. This cost of 30 lakh included legal cost of 2 lakhs included for the purpose of acquisition of land. അപ്പോൾ നമുക്ക് ഇവിടെ 30 ലക്ഷം ലാൻഡിൻ്റെ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു 30 ലക്ഷം നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ഇനി അടുത്തതാണ് കൺസ്ട്രക്ഷൻ വർക്ക് വുഡ് സ്റ്റാർട്ട് ഓൺ 1st of May 2022. Shubham Limited provides the following cost incurred in relation to construction. അപ്പോൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന 1st of Mayയിലാണ്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പം പ്രിപ്പറേഷൻ ആൻഡ് ലെവലിംഗ് ഓഫ് ലാൻഡിന് 80,000 ഉണ്ട്. സോ ഈ 0.8 lakhs നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി എംപ്ലോയ്മെൻറ്റ് കോസ്റ്റ് ഓഫ് വർക്കേഴ്സ് പെർ മന്ത് ഉണ്ട് 29,000. വർക്ക് തുടങ്ങിയത് 1st of Mayയിലാണ്. വർക്ക് തീരുന്നത് താഴെ പറയുന്നുണ്ട് December 31-നാണ് വർക്ക് തീരുന്നത്. അപ്പോൾ 8 മാസമുണ്ട്. അപ്പോൾ 29,000 into 8 months. 29,000 into 8 months നമുക്ക് 2,32,000 2.32 lakhs ആണ് അവിടെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. ഇനി പർച്ചേസ് ഓഫ് മെറ്റീരിയൽ 21,24,000 ഉണ്ട്. എൻറ്റയർ 21.24 lakhs നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. അബ്നോർമൽ ലോസ് എന്തെങ്കിലും വന്നാൽ കുറച്ച് കളയേണ്ടി വരും കേട്ടോ. ഇനി കോസ്റ്റ് ഓഫ് റീലൊക്കേറ്റിംഗ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്തില്ല. ഇനാഗുറേഷൻ കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്തില്ല. ഇനി ഫാക്ടറി ഓവർ ഹെഡ്, ശരിക്കും ഫാക്ടറിയുടെ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ശരിക്കുള്ള ഓവർ ഹെഡ് 25,000 പെർ മന്ത് ഉണ്ട്. അപ്പോൾ 25,000 into 8 എടുക്കാം, അതായത് 2 lakhs. പക്ഷേ ജനറൽ ഓവർ ഹെഡ് അലോക്കേഷൻ്റെ ഒരു കഥ പറയുന്നുണ്ട്, കുറേ കഥയുണ്ട് അതിനകത്ത്. 30,000 മാനേജർ കണ്ടുപിടിച്ചത്, 24,000 കമ്പനിയുടെ പോളിസി പ്രകാരം, 15,000 സപ്പോർട്ടിങ് ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജനറൽ ഓവർ ഹെഡിൻ്റെ ഒരു പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യണം. ഇനി കൺസ്ട്രക്ഷൻ 31st December തീർന്നു.
ഓക്കെ, 1st ഫെബ്രുവരിയിലാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എന്താണ് ഡിപ്രീസിയേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവൈലബിൾ ഫോർ യൂസ് ആയ 31 ഡിസംബർ കൊണ്ട് ഇത് തീരണം. ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടെങ്കിൽ സബ്സ്റ്റാൻഷ്യലി ഉള്ള ആക്ടിവിറ്റീസ് തീരുമ്പം 31 ഡിസംബറിൽ നമ്മൾ ക്യാപിറ്റലൈസേഷൻ നിർത്തണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട്. ഇനി ഡിപ്രീസിയേഷന് വേണ്ടി അവർ പറയുന്നു 40 വർഷമാണ് യൂസ്ഫുൾ ലൈഫ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ മുതൽ. അതിൽ റൂഫ് 20 കൊല്ലം കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോമ്പോണൻ്റ് അപ്രോച്ച് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇനി നമ്മളുടെ ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി 28 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 28 ലക്ഷം ലോണിൽ 9% നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇനി കൺസ്ട്രക്ഷന് വേണ്ടി അവർ പറയുന്നു 9 months പീരീഡാണ്. അതായത് 9 months പീരീഡ് അവർ ഉദ്ദേശിക്കുക 1st ഏപ്രിലിൽ ലാൻഡ് വാങ്ങിച്ചു, അവിടെ മുതൽ 31 ഡിസംബർ വരെ. ശരിക്കും ആക്ടിവിറ്റീസ് നെസസറി ടു പ്രിപ്പയർ ദി അസറ്റ് ആർ ഇൻ പ്രോഗ്രസ് അതൊക്കെ വരുമ്പോഴേ നമുക്ക് ക്യാപിറ്റലൈസേഷൻ പറ്റൂ. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ആൻഡ് ലെവലിംഗ് ഓഫ് ലാൻഡ് 1st ഏപ്രിൽ തന്നെ വന്നു നമുക്ക് അസ്യൂം ചെയ്യാം. ഏതായാലും 9 months തന്നെ ക്യാപിറ്റലൈസേഷന് പറ്റുമെന്ന ഒരു ക്വസ്റ്റ്യന് ഡയറക്റ്റ്ലി പറഞ്ഞേക്കുക. അപ്പോൾ 9/12 നമുക്ക് എടുക്കാം. അപ്പോൾ 28 lakhs ഇൻറ്റു 9% ഇൻറ്റു 9/12 എത്ര വരും? 1,89,000. പക്ഷേ ഈ പറയുന്ന സംഭവത്തിൽ നിന്ന് ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 25,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ 25,000 പ്രോഫിറ്റ് കുറച്ചാൽ 1,81 നിന്ന് 25,000 കുറച്ചാൽ 1,64 നമുക്ക് വരുന്ന എമൗണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോസ്റ്റ് വിൽ ബി ക്യാപിറ്റലൈസ്ഡ്? 2 ലക്ഷം ലീഗൽ കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാമോ? അസറ്റിനെ അതിൻ്റെ പ്രസൻറ്റ് ലൊക്കേഷൻ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ കോസ്റ്റാണ്. സോ ഇറ്റ് ക്യാൻ ബി ക്യാപിറ്റലൈസ്ഡ്. ഇനി റീലൊക്കേഷൻ കോസ്റ്റ് പറ്റില്ല, കോസ്റ്റ് ഓഫ് ഇനാഗുറേഷൻ പറ്റില്ല, ജനറൽ ഓവർഹെഡ് പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് വൺ മാത്രമേ ഉള്ളൂ. സോ എ വിൽ ബി ദി കറക്റ്റ് ആൻസർ. ഇനി വാട്ട് എമൗണ്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് കോസ്റ്റ് ക്യാൻ ബി ക്യാപിറ്റലൈസ്ഡ് എന്ന് ചോദിച്ചാൽ 8 മാസത്തേനാണ് വർക്ക് നടന്നത്. 29,000 ഇൻറ്റു 8 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു 2,32,000. സോ അതായിരിക്കും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുക. ഇനി വാട്ട് ഈസ് ദി നെറ്റ് ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി ക്യാപിറ്റലൈസ്ഡ്? അത് നമ്മൾ മുകളിൽ കണ്ടുപിടിച്ച് വെച്ചതാണ് 1,64,000. സോ ദാറ്റ് 1,64,000 വിൽ ബി ദെയർ. ഇനി നമ്മളോട് ചോദിക്കുന്നു 31 മാർച്ച് ആയപ്പം ഇതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എത്രയാണ്? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 30 ലക്ഷം ആദ്യം കോസ്റ്റ് ഉണ്ട്, ലാൻഡിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ നമ്മളുടെ ലീഗൽ കോസ്റ്റും ഉണ്ട്. 80,000 രൂപ നമുക്ക് എന്തുണ്ട്? സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ് ഉണ്ട്. 2,32,000 നമുക്ക് ലേബേഴ്സിൻ്റെ കോസ്റ്റ് ഉണ്ട്. 21,24,000 നമുക്ക് എന്തുണ്ട്? മെറ്റീരിയൽ പർച്ചേസ് കോസ്റ്റ് ഉണ്ട്. ഇനി 2 ലക്ഷം ഓവർ ഹെഡിൻ്റെ കോസ്റ്റ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട്? ഒരു 1,64 ഇൻട്രസ്റ്റും ഉണ്ട്. ഇത്രയാണ് നമുക്കുള്ള ടോട്ടൽ എമൗണ്ട്. അപ്പോൾ 30 ലക്ഷം പ്ലസ് 80,000 പ്ലസ് 2,32 പ്ലസ് 21,24 പ്ലസ് 2 ലക്ഷം പ്ലസ് 1,64 മൊത്തം നോക്കട്ടെ. 30 ലക്ഷം പ്ലസ് 80,000 പ്ലസ് 2,32,000 പ്ലസ് 21,24,000 പ്ലസ് 2 ലക്ഷം പ്ലസ് 1,64,000 58 ലക്ഷമാണ് നമ്മളുടെ ടോട്ടൽ വാല്യൂ. ഇതാണ് മൊത്തം നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാവുന്ന 58 ലക്ഷം. ഇതാണ് 31/12/2022 ആയപ്പോൾ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തത്. ഇനി ഇതിൽ നിന്ന് അവർ പറയുന്നു 75%. നമുക്കിതിനകത്ത് നോക്കിയാൽ ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബിൽഡിങ്ങും ഉണ്ട്. ലാൻഡിനാണ് 30 ലക്ഷം, അതിൽ നോ ഡിപ്രീസിയേഷൻ. ഇനി ബിൽഡിങ്ങിൻ്റെ കഥ നോക്കിയാൽ ബിൽഡിങ് ബാക്കി 28 ലക്ഷമാണ്. അതിൽ 2 കോമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് റൂഫ് കോമ്പോണൻറ്റ്. അപ്പോൾ റൂഫ് കോമ്പോണൻറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ എങ്ങനെയായിരിക്കും? 28 ലക്ഷത്തിൻ്റെ 25% റൂഫിൻ്റെ വാല്യൂ പറയുന്നത്. ഇൻറ്റു നമ്മൾ നോക്കുവാണെങ്കിൽ 1 ഇയറിലെ ഡിപ്രീസിയേഷൻ 1/20, ഫുൾ ഇയറിന് അത്രയും വരും. 20 വർഷമാണ് റൂഫിൻ്റെ യൂസ്ഫുൾ ലൈഫ്. ഇനി ഡിസംബർ 31 കൺസ്ട്രക്ഷൻ തീർന്നത്. 3 മാസത്തെ ഇൻട്രസ്റ്റ് 3/12 കൂടി ഇൻട്രസ്റ്റ് നമ്മളുടെ ടൈം വെയിറ്റിംഗ് വരും. അങ്ങനെ 28 ലക്ഷം ഇൻറ്റു 25% ഡിവൈഡഡ് ബൈ 20 35,000 ഇൻറ്റു 3/12 നമുക്ക് എത്ര വരും? 8750 ആണ് നമ്മളുടെ റൂഫ് കോമ്പോണൻ്റ് വാല്യൂ വരിക. സെക്കൻഡ് വൺ ആണ് നമ്മളുടെ അതർ ബാലൻസ് പോർഷൻ. ഓക്കെ, ബാലൻസ് പോർഷൻ നമ്മൾ നോക്കിയാൽ ബാലൻസ് പോർഷൻ ഉള്ളത് നമുക്ക് 28 ലക്ഷത്തിൻ്റെ 75%. അതിന് യൂസ്ഫുൾ ലൈഫ് 1/40 40 ഇയേഴ്സ് ആണ് പറയുക. ഇനി അതും 3/12 ഡിപ്രീസിയേഷൻ ഉള്ളൂ.
അപ്പം 28 lakh ഇൻറ്റു 75% ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 3/12 എത്ര വരും? 13,125. അപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ 13,125ഉം 8750 കൂടി കൂട്ടിയാൽ 21,875 ആണ്. അപ്പോൾ 21,875 ഡിപ്രീസിയേഷൻ ഇവിടെ നിന്ന് കുറച്ചാൽ 21,875 ഡിപ്രീസിയേഷൻ കുറച്ചാൽ ബാക്കി എത്രയുണ്ടാവും നമ്മളുടെ ബാലൻസ്? 57,78,125 ആണ് ബാലൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ 57,78,125 ബി വിൽ ബി ദി കറക്റ്റ് ആൻസർ. ഇതാണ് നമുക്കുള്ള ഈ പറയുന്ന ഏരിയയിലുള്ള ഇതുള്ളത്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 9 months പീരിയഡാണ് ക്യാപിറ്റലൈസേഷൻ പറയുന്നത്. ഇവിടെ നമ്മളുടെ ലാൻഡ് ഒഴിച്ച് ബാക്കിയുള്ള പോർഷനാണ് ക്യാപിറ്റലൈസേഷൻ പറയുന്നത്. ഇനി AS16 ശരിക്കും പറഞ്ഞ ഒരു റിബട്ടബിൾ പ്രിസംപ്ഷൻ ഉണ്ട്. 12 മാസമോ അതിൽ കൂടുതലോ നമുക്ക് എന്ത് വരുവാണ്, നമുക്ക് ഉള്ള പീരീഡാണ് കൺസ്ട്രക്ഷൻ വരുന്നതെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് പറയാൻ പാടുള്ളൂ. അതിൽ തന്നെ ഇവിടെ ശരിക്കും കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന 1st May ശരിക്കും 8 മാസമേ ശരിക്കും ക്യാപിറ്റലൈസേഷൻ്റെ എലിജിബിലിറ്റി നോക്കിയാൽ ഉണ്ടാകുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ 9 months എന്ന് സ്പെസിഫിക്കലി പറയുന്നത് കൊണ്ടാണ് നമ്മൾ 9 months എടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഒരിടത്ത് മാത്രം എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം കമൻസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊവിഷൻ പഠിക്കുന്നതാണ്. ആ പ്രൊവിഷൻ വെച്ച് നോക്കിയാൽ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയേക്കുന്നത് നമുക്ക് ഈ സിനേരിയോ വെച്ച് നോക്കാൻ പറ്റുക 1st May ആണ്. അങ്ങനെയെങ്കിൽ 8 മാസമേ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി 9 months പീരീഡ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് വി ഹാഡ് കൺസിഡർഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ അവിടെയുള്ള സിറ്റുവേഷൻ ഉള്ളത്. സെക്കൻഡ് കേസ് സിനേരിയോ. ഇനി തേർഡ് കേസ് സിനേരിയോ നോക്കിയേ. ദർ ഇസ് കേസർ ലിമിറ്റഡ്, എ കമ്പനി എൻഗേജ്ഡ് ഇൻ വേരിയസ് ബിസിനസ് ആക്ടിവിറ്റി. അവർ ഷെയർ ബൈബാക്കിന് പോകുവാണ്. അപ്പം 25,000 ഷെയർ 10 രൂപയുടെ വെച്ചിട്ടാണ് അവർ ബൈബാക്കിന് പോകാനായിട്ട് ഉദ്ദേശിക്കുക. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ബൈബാക്ക് ഓതറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കറണ്ട് അസറ്റ്സ് ആണ് അവർ യൂട്ടിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അഡീഷണൽ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇല്ല. അപ്പോൾ മൊത്തം എത്രയാണോ റിക്വയർഡ് നമ്പർ അതിന് മുഴുവൻ CRR ട്രാൻസ്ഫർ റിക്വയർഡ് ആണ്. ഇനി സ്നാപ്ഷോട്ട് ഓഫ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ ഫുള്ളി പെയ്ഡപ്പ് ആണ് 10 രൂപ ഈച്ച്, 12,50,000. ഇനി റിസർവ്സിൽ സെക്യൂരിറ്റീസ് പ്രീമിയം, P&L അക്കൗണ്ട്, റവന്യൂ റിസർവ്, ഉപയോഗിക്കാൻ പറ്റുന്ന റിസർവ് മാത്രമേ ഉള്ളൂ. ലോങ് ടൈം ബോറോയിങ്സ് ആയിട്ട് 14% ഡെബെഞ്ചേഴ്സും അൺസെക്യൂർഡ് ലോൺ 16,50,000 ആണുള്ളത്. ഇനി നമുക്ക് കറണ്ട് അസറ്റ്സ് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ചോദ്യം ഇതാണ്, ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് വെച്ച് എത്ര നമ്പർ ഓഫ് ഷെയർ ബൈബാക്ക് ചെയ്യാം? സിമ്പിളാണ്. നമുക്ക് 12,50,000 എന്ന് പറഞ്ഞാൽ 1,25,000 ഷെയർ ഉണ്ട്. 1,25,000 ഇൻറ്റു 25% അല്ലേ? എത്ര വരും? 1,25,000 ഇൻറ്റു 25% എന്ന് പറഞ്ഞാൽ 31,250 പരിപാടി വരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് റിസോഴ്സ് ടെസ്റ്റ് വെച്ചിട്ട് എത്ര നമ്പർ ഓഫ് ഷെയർസ് ബൈബാക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നോക്കിയാൽ റിസോഴ്സ് ടെസ്റ്റിൽ എടുക്കാൻ പറ്റുക ഇത്രയും ടോട്ടലാണ് നമ്മളുടെ ടോട്ടൽ റിസോഴ്സ് അവൈലബിൾ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്. ഫ്രീ റിസർവിൻ്റെ മീനിങ് സെക്യൂരിറ്റീസ് പ്രീമിയം വരും. അപ്പോൾ 12,50,000 പ്ലസ് 2,50,000 പ്ലസ് 1,25,000 പ്ലസ് 15 lakh, മൊത്തം നമുക്ക് 31,25,000 ഉണ്ട്. ഓക്കെ, അതിൻ്റെ 25% നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. 31-ൻ്റെ 25% എന്ന് പറഞ്ഞാൽ 7,81,250 യൂസ് ചെയ്യാം. ഇനി നമ്മളുടെ ബൈബാക്ക് പ്രൈസ് നോക്കിയാൽ അത് 20 per share അല്ലേ? നമുക്ക് ബൈബാക്ക് പ്രൈസ് അവർ പറയുന്നു ദ ഇൻറ്റൻസ് ടു ബൈബാക്ക് ഇറ്റ് അറ്റ് 20 per share. ഇപ്പോൾ 20 per share ആണ് ബൈബാക്ക്. അപ്പം ഡിവൈഡഡ് ബൈ 20 ചെയ്താൽ 39,062.5 വരിക. അപ്പോൾ ഇങ്ങനെ ഫ്രാക്ഷൻ വന്നാൽ റൗണ്ട് ഡൗൺ ചെയ്യണം. 39,062 ആണ് ആൻസർ വരിക. ഓക്കെ, അതാണ് സെക്കൻഡ് വൺ. ഇനി ഡെറ്റ് ഇക്വിറ്റി ടെസ്റ്റ് നോക്കാനാണെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 വരണം എന്നാണ് പറയുക. അപ്പോൾ ഡെറ്റിൻ്റെ ടോട്ടൽ എടുക്കാനാണെങ്കിൽ നമുക്ക് 28,75,000 ഓക്കെ 28,75,000 16,50,000 കൂടി നോക്കിയാൽ ഡെറ്റ് മൊത്തത്തിൽ എത്രയുണ്ട്? ഡെറ്റ് എന്ന് പറയുന്നത് 45,25,000 ഉണ്ട്. ഇനി ഇതിൽ ഇക്വിറ്റി റിക്വയർഡ് നോക്കിയാൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 വരണം. അപ്പം അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഹാഫ്, അതായത് നമുക്ക് 22,62,500 വേണം ഇക്വിറ്റി റിക്വയർഡ്. ഇനി ഇക്വിറ്റി അവൈലബിൾ എത്രയാണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇക്വിറ്റി നമ്മൾ നോക്കിയാൽ എത്രയുണ്ട്? നമുക്ക് മൊത്തം
ഇവിടെ 31,25,000 അവൈലബിൾ ആയിട്ടുള്ള ഇക്വിറ്റി. സോ ഇത് തമ്മിൽ നോക്കിയാൽ 31,25,000 ഇത് തമ്മിലുള്ള ഡിഫറൻസ് 8,62,500 നമുക്ക് മാക്സിമം ഉപയോഗിക്കാവുന്നത്. ഇനി ഇതിൻ്റെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയുടെ നമ്പർ കാണാൻ വേണ്ടി ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. നമുക്ക് ഇവിടെ ബൈബാക്ക് പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസാണ്. നമുക്ക് CRRലേക്ക് പെർ ഷെയർ 10 രൂപ ട്രാൻസ്ഫർ ചെയ്യണം. അതായത് പെർ ഷെയർ 30 രൂപയുടെ റിഡക്ഷൻ ഏതിൽ വരും? നമ്മളുടെ ഫ്രീ റിസർവ്സ് പ്ലസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ വരും. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബൈബാക്ക് പ്രൈസ് പ്ലസ് CRR വെച്ചിട്ട് ഈ അവൈലബിൾ എമൗണ്ടിനെ യൂസ് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്ന സെയിം ഫിഗർ കിട്ടും. സോ 8,62,500 ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ നമുക്ക് 28,750 കിട്ടും. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏത് ചെയ്താൽ കിട്ടുക, നമ്മളുടെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്താലും കിട്ടുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഈ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് MCQയിലൊക്കെ സുഖമായിട്ട് ഇത് ചെയ്യാനായിട്ട് ബൈബാക്ക് പ്രൈസ് പ്ലസ് CRR വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി എമൗണ്ട് അവൈലബിളിനെ. ഇനി ഇത് തമ്മിൽ നോക്കുവാണെങ്കിൽ 31,250 ഒരു ടെസ്റ്റിൽ, 39,62 അടുത്ത ടെസ്റ്റിൽ, 28,750 തേർഡ് ടെസ്റ്റിൽ. അപ്പോൾ ഇതിൽ ഏറ്റവും ലോവർ 28,750 ആണ്. അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക? മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ബാക്ക്. അപ്പോൾ 28,750. അപ്പോൾ അത് നമ്മളുടെ അടുത്ത ആൻസറും വരും. സോ ദാറ്റ് ഈസ് ദി ആൻസർ ഫോർ ലാസ്റ്റ് പാർട്ട്. ഇനിയുള്ള ഒരു 2-3 MCQ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നോക്കി, all of the following costs are excluded while computing value of inventory except selling and distribution exclude ചെയ്യേണ്ടതാണ്, abnormal waste exclude ചെയ്യേണ്ടതാണ്, storage cost which is necessary part of production process. ഇതൊരു തെറ്റായ ക്വസ്റ്റ്യൻ ആണ്. നെസസറി പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ് വരുന്ന സ്റ്റോറേജ് കോസ്റ്റ് ആണെങ്കിലും ദാറ്റ് ഹാസ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും allocated fixed overhead based on normal capacity, storage cost which is a part necessary to prepare necessary part of production process ആണെങ്കിലും ഇത് രണ്ടും ശരിക്കും നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഏതാണ് സ്റ്റോറേജ് കോസ്റ്റ് വിച്ച് ഇസ് നോട്ട് എ നെസസറി പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ ഒരു എറർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പാർട്ടിൽ നിന്നുണ്ട്. അലോക്കേറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് ബേസ്ഡ് ഓൺ നോർമൽ കപ്പാസിറ്റി നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻവെൻട്രിയിലേക്ക്. അതുപോലെ തന്നെ സ്റ്റോറേജ് കോസ്റ്റ് ഇഫ് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് ടിൽ എ ഫർദർ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ്. ഇനി അതുപോലെ തന്നെ AS13 പ്രകാരം ആരാണ് റിലേറ്റഡ് പാർട്ടി അല്ലാത്തതെന്നാണ് ചോദ്യം. ഇപ്പോൾ ഫസ്റ്റ് വൺ 30% കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉള്ള ഷെയർ ഹോൾഡർ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഹി വിൽ ബി റിലേറ്റഡ് പാർട്ടി. അസോസിയേറ്റ് റിലേറ്റഡ് പാർട്ടിയാണ്, KMB റിലേറ്റഡ് പാർട്ടിയാണ്. പക്ഷേ നമ്മളുടെ പ്രൊവൈഡേഴ്സ് ഓഫ് ഫിനാൻസ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ് ആണ്. നോർമൽ കോഴ്സിലുള്ള പ്രൊവൈഡേഴ്സ് ഓഫ് ഫിനാൻസ് അവരെന്താണ് റിലേറ്റഡ് പാർട്ടി അല്ല. സോ ദി കറക്റ്റ് ആൻസർ വിൽ ബി ദിസ്. ഓക്കെ, ബി ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ വരിക. ഇനി അടുത്ത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രോസസ് ഓഫ് റീകൺസ്ട്രക്ഷൻ വിച്ച് ഇസ് ക്യാരിഡ് ഔട്ട് വിത്തൗട്ട് ലിക്വിഡേറ്റിംഗ് ദി കമ്പനി ഇസ് നോൺ ആസ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉള്ളത്. ഇതിൽ 2 റിസർവേഷൻ ഞാൻ പറഞ്ഞു. ഒന്ന് 4th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആക്ച്വലി തെറ്റാണ്. അതിൽ 2 ഓപ്ഷൻ ശരിയുള്ളതുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ്ഡിൻ്റെ ശരിക്കുള്ള പ്രൊവിഷൻ നോക്കിയാൽ 8 മാസമേ ക്യാപിറ്റലൈസേഷൻ എലിജിബിൾ എമൗണ്ട് അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള പീരീഡ് കാണൂ. പക്ഷേ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി 9 months പീരീഡ് പറയുന്നത് കൊണ്ട് നമ്മൾ 9 months പീരീഡ് എടുത്തു. ഇതാണ് നമുക്ക് ഫസ്റ്റ് MTPയിലുള്ള ഡിസ്കഷൻ ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത MTPയുടെ ഡിസ്കഷനും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.